നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നവംബർ 27 വ്യാഴാഴ്ചയാണ്. വൃശ്ചികം 11. പുതിയൊരു വാർത്താ പുലരിയിലേക്ക്, വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ന്യൂസ് ബ്രേക്സ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, കോഴിക്കോട്ട് നിന്ന് സമീർ സി മുഹമ്മദ്, ഒപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് മേഘന മുരളി ചേരുന്നുണ്ട്. മേഘന, ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായി തിരുവനന്തപുരത്ത് നിന്നൊക്കെ എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ എങ്ങനെയാണ് മേഘന മുരളി? റിജിത്ത്, തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തന്നെയാണ്. അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നു. അതുപോലെ തന്നെ M പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള M പത്മകുമാറിനെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. 2 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി M പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായി SIT കസ്റ്റഡിയിൽ വിട്ടത്. അതിൽ പ്രധാനമായും M പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ഈ ശബരിമലയിലെ കാര്യങ്ങൾ വഴി മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് അറിയാവുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഈ വിദേശയാത്രകൾ, M പത്മകുമാറിന്റെ വിദേശയാത്രകൾ സംബന്ധിച്ചടക്കം പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ പ്രധാനമായും നേരത്തെ അറസ്റ്റിലായിട്ടുള്ള N വാസുവും മുരാരി ബാബു അടക്കമുള്ളവരെ ഒന്നിച്ചിരുത്തിയും പത്മകുമാറുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും അറിയുന്ന വിവരം. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. അത് കഴിഞ്ഞ് വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ M പത്മകുമാറിനെ ഹാജരാക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ മറ്റ് പ്രതികൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ കൂടി, ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ കൂടി അറസ്റ്റിലാകാൻ ഉണ്ട് എന്നുള്ള കാര്യം, അതും ഉടനടി ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനമായും തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്ത എന്നുള്ളതും പുരോഗതി ഉണ്ടാകുന്നതും ആ വിഷയത്തിൽ തന്നെയാകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ലേബർ കോഡാണ്. കേന്ദ്ര ലേബർ കോഡുമായി ബന്ധപ്പെട്ട് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം വിജ്ഞാപനം ഇറക്കുന്നു. പക്ഷേ അതിൽ പ്രധാനമായും കേരളത്തിലെ തൊഴിൽ സംഘടനകളാണ് ഒരു എതിർപ്പുമായി മുന്നോട്ട് വരുന്നത്. ഇന്നലെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധമുണ്ടായ സമയത്ത് തന്നെ സംസ്ഥാനം അതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം പുറത്തിറക്കിയതാണ് തൊഴിലാളി സംഘടനകളുടെ ഒരു അതൃപ്തിക്ക് പാത്രമായിട്ടുള്ളത്. അതിൽ വി ശിവൻകുട്ടിയുടെ, തൊഴിൽ മന്ത്രിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2021 കരട് വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകൾ CITയും INTUCയും അടക്കമുള്ള തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ഒരു ഓൺലൈൻ യോഗമാണ് ഇന്ന് 12 മണിക്ക് നടക്കുക. അതിൽ പ്രധാനമായും ചർച്ചയാവുക ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കരട് വിജ്ഞാപനം എന്തുകൊണ്ട് തൊഴിലാളി സംഘടനകളുമായിട്ട് സർക്കാർ ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പ്രധാനമായും ഈ ഓൺലൈൻ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണ്, അതിൽ തൊഴിൽ വിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഇടതു തൊഴിലാളി സംഘടനകളും അത് സംസ്ഥാനത്തെ എല്ലാ തൊഴിലാളി സംഘടനകളും ആരോപിക്കുന്നത്. പക്ഷേ അത് ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, കൂടാതെ എന്ത് സാഹചര്യത്തിലാണ് സർക്കാർ ഈ 2021 ഈ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട ലൈംഗിക ആരോപണങ്ങളിൽ ഇതുവരെ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല. ആ പരാതി നൽകാത്ത വണ്ണം മറ്റ് നിയമ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും വലിയൊരു പരിമിതി എന്ന് പറയുന്നതും. അതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകാത്തൊരു സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിലടക്കം സജീവമാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ ഈ സജീവമാകുന്നത് പ്രാദേശിക തലത്തിലും എതിർപ്പിനിടയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിലും ഭിന്നതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകരുതെന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്, എന്നാൽ മറ്റൊരു വിഭാഗം അതിനെ മൗനം സമ്മതമാക്കുന്നൊരു വിഭാഗമുണ്ട്. അങ്ങനെ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ഭിന്നാഭിപ്രായമുണ്ട്. പക്ഷേ പെൺകുട്ടി ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് അവിടെ രാഹുലിനൊരു പിടിവള്ളിയായി വരികയും ചെയ്യുന്നത്. ശരി, മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തെക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി കൊച്ചിയിലേക്ക് പോയാൽ കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി തയ്യാറാണ്. നിതിൻ, ഈ മുനമ്പം തർക്കഭൂമിയിലെ കൈവശക്കാർക്ക് കരമെടുക്കാം എന്നുള്ള ഹൈക്കോടതി ഉത്തരവ് ഇന്നലെ പുറത്തു വന്നതിന് പിന്നാലെ മുനമ്പം നിവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ സമരത്തിലായിരുന്നു കാലങ്ങളായി. ആ സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നു സമരസമിതി എന്നതടക്കം മധ്യ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെ, നിതിൻ അംബുജൻ?
റിജിത്ത്, ഗുഡ് മോർണിംഗ്. മുനമ്പം തന്നെയാണ് മധ്യ കേരളത്തിലും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുനമ്പത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രധാനമായും അവിടെ 410-ലധികം ദിവസമായി മുനമ്പം സമരസമിതി അവിടെ സമരം തുടരുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു 410 ദിവസത്തിലധികമായി അവർ അവിടെ സമരം നടത്തുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു ആശ്വാസമായ ഒരു ഉത്തരവ് ഉണ്ടാകുന്നത്. പക്ഷേ അത് അന്തിമ ഉത്തരവ് വരുന്നതുവരെയാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഭൂനികുതി സ്വീകരിക്കാമെന്നൊരു ഉത്തരവ് എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. അതിനു പിന്നാലെ തന്നെ ഏതാണ്ട് 32 പേർ ഇതിനും തന്നെ ഭൂനികുതി അടച്ചു. നമുക്കറിയാം, അവർ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനതയായിരുന്നു. 2022 മുതൽ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു ജനതയ്ക്കാണ് ഹൈക്കോടതി ഭാഗത്തും താൽക്കാലികമായ ഒരു ഉത്തരവ്, ആശ്വാസമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഇതിനു പിന്നാലെ തന്നെ ഏതാണ്ട് കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിൽ 30-ലധികം പേർ കരമടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും അതിന്റെ തുടർച്ചയെ തന്നെ ആളുകൾ കരമടക്കും. ഏതാണ്ട് 615-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയമായിരുന്നു. നമുക്കറിയാം, 2022 മുതൽ ഈ ജനത വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഇതിനിടയിൽ വലിയ രാഷ്ട്രീയ പിന്തുണയൊക്കെ തന്നെ പല കോണിലും ലഭിച്ചു. ദേശീയ ശ്രദ്ധയാകർഷിച്ച സമരമായിരുന്നു മുനമ്പത്തേത്. നമുക്കറിയാം, മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭൂനികുതി സ്വീകരിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. അതിനുശേഷം ഇത്തരത്തിൽ ഈ ഒരു കരമടക്കുന്ന ഒരു സാഹചര്യം എന്തായാലും ആളുകളുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. എന്തായാലും ഈ സമരം ഏത് നിലയിൽ മുന്നോട്ട് പോകണമെന്ന് സംബന്ധിച്ചുള്ളൊരു അന്തിമ തീരുമാനം ഇന്ന് കോർ കമ്മിറ്റി സ്വീകരിക്കും. അതിൽ സമരം താൽക്കാലികമായി നിർത്താം എന്നൊരു നിലപാടിലാണ് സമരസമിതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ടത്തെ യോഗത്തിൽ സ്വീകരിക്കും. നമുക്കറിയാം, 410 ദിവസമായി സമരം തുടരുന്ന ഈ ഒരു സമരസമിതി പ്രധാനമായും സർക്കാർ മുന്നിൽ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ താൽക്കാലിക വിജയം നേടി എന്ന ഒരു നിലയിൽ തന്നെയാണ്, വിലയിരുത്തലിൽ തന്നെയാണ് സമരസമിതി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമരം നിർത്താമെന്നൊരു ആലോചനയിൽ നിലവിൽ ഇപ്പോൾ ഭൂസംരക്ഷണ സമിതി ഉള്ളത്. എന്തായാലും വൈകിട്ടാണ് യോഗം ചേരുക. അതിനുശേഷം ഒരു ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുക. ശ്രീജിത്ത്. ശരി, നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ഇന്ന് അവലോകന യോഗം ചേരാൻ പോവുകയാണ്. ഇന്നലെ എത്തിയ ഭക്തരുടെ കണക്ക് എങ്ങനെയാണ്? രാവിലത്തെ സന്നിധാനത്തു നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് MG പ്രതീഷ്? റിജിത്ത, ഇന്നലെ പൊതുവെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നു. 87,585 തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. 5000-ഓളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനം നടത്തി. അതുൾപ്പെടെയുള്ള കണക്കാണ് 87,000. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് ശബരിമലയിൽ രാവിലെ മുതൽ വലിയ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഫ്ലൈ ഓവറിന്റെ തുടക്കത്തിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലൊരു തിരക്കാണ് രാവിലെ പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ തീർത്ഥാടകരുടെ തിരക്ക് കുറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം അനുവദിക്കും. ഈ സന്നിധാനത്തെ തിരക്ക് കൂടി പരിഗണിച്ചാണ് ഈ കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് എത്താത്ത തീർത്ഥാടകരുടെ സ്ലോട്ടുകൾ സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറ്റും. അങ്ങനെ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കാനുള്ള ക്രമീകരണമാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുക്കിയിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ ആദ്യഘട്ടങ്ങളിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതൽ എത്തിയതെങ്കിൽ കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവും കഴിഞ്ഞ 2 ദിവസമായി കൂടിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഒരു തിരക്കിലേക്ക് ശബരിമല പോകുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് കൂടുന്നുണ്ടെങ്കിൽ കൂടിയും അത് കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കൃത്യമായ ഒരു വിലയിരുത്തൽ, അവലോകനം ഉൾപ്പെടെ ഇക്കാര്യത്തിലുണ്ട്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ഇന്ന് സന്നിധാനത്ത് എത്തുന്നുണ്ട്. സന്നിധാനത്ത് എത്തുന്നതിന് മുമ്പായി അദ്ദേഹം എരുമേലിയിൽ സന്ദർശനം നടത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എരുമേലിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ശബരിമലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഇടത്താവളം, അല്ലെങ്കിൽ എത്തുന്നതിന് മുമ്പ് നിരവധി തീർത്ഥാടകർ സന്ദർശനം നടത്തുന്ന ഒരിടം കൂടിയാണ് എരുമേലി. എരുമേലിയിൽ സ്പോട്ട് ബുക്കിംഗിന് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങൾ ആയിരിക്കും പ്രധാനമായും അദ്ദേഹം വിലയിരുത്തുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി K. ജയകുമാർ സന്നിധാനത്തെത്തി ഇവിടുത്തെ ഒരുക്കങ്ങൾ കൂടി, ഒപ്പം നിയന്ത്രണങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ പൂർത്തിയായോ എന്ന കാര്യവും വിലയിരുത്തും. രജിത്ത്. ശരി, ശബരിമല സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? റിജിത്ത്, നിരവധി വാർത്തകൾ ഇന്ന് രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനം എന്നുള്ളത് ഡൽഹിയിൽ ഉണ്ടായ ചാവേർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ 7 പേരെ NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ. ഇതിൽ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും നിർണായക വിവരങ്ങളാണ് NIAക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഈ ഭീകര സംഘം ഇന്ത്യയിൽ ആക്രമണ പദ്ധതികൾ ഇട്ടതിൻ്റെ ഇതടക്കമുള്ള വിശദാംശങ്ങൾ
വിശദാംശങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താനായിരുന്നു ഈ വൈറ്റ് കോളർ സംഘത്തിന്റെ പദ്ധതി എന്നും അതിനായാണ് ഈ സ്ഫോടക വസ്തുക്കൾ വലിയ തോതിൽ ശേഖരിച്ചത് എന്നുമാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഈ സ്ഫോടക വസ്തുക്കൾ ജമ്മു കശ്മീരിലേക്ക് കടത്താനായിരുന്നു ഈ ഭീകരരുടെ പദ്ധതി. ബുർഹാൻ വാനിയുടെ വധത്തിന് പ്രതികാരമായി ജമ്മു കശ്മീരിൽ ഒരു വലിയ ആക്രമണ പദ്ധതി ഈ സംഘം തയ്യാറാക്കിയിരുന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള പശ്ചാത്തലത്തിൽ പരിശോധനകൾ ശക്തമാക്കിയതോടെ ആ പദ്ധതി ഉപേക്ഷിച്ച് ഡൽഹിയിൽ ആക്രമണം നടത്താൻ വിദേശത്തു നിന്നുള്ള ഭീകരരുടെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും ഗൂഢപദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. വിശദമായി തന്നെ ഈ സംഘത്തെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം രാജ്യവ്യാപകമായി മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള വൈറ്റ് കോളർ സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി തേടുകയാണ് NIA. ഇതോടൊപ്പം തന്നെയാണ് ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതീവ രൂക്ഷമായി തുടരുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ ചാരമേഘങ്ങൾ ഉൾപ്പെടെ ഡൽഹിയുടെ ആകാശത്ത് എത്തിയത് അത് വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി ഈ മലിനീകരണത്തിൽ നേരിയ ആശ്വാസം ഉണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ കടുപ്പിച്ചിരുന്ന നിയന്ത്രണങ്ങളിൽ നേരിയ ഇളവുകൾ GRIP 3 മാനദണ്ഡങ്ങൾ നടപ്പാക്കിയിരിക്കുകയാണ്. നേരത്തെ GRIP 3 നിലനിൽക്കുമ്പോൾ തന്നെ GRIP 4 മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതിൽ നിന്നും മാറ്റം വരുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ അവലോകന യോഗത്തിന് ശേഷം. എന്തായാലും സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ശരി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മലബാർ മേഖലയിൽ നിന്ന് എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഈ താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ സംഘർഷത്തിൽ പ്രതിയായ സമരസമിതി ചെയർമാൻ ബാബു കുടുക്കലിനെ കണ്ടെത്താനുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നു. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ് മലബാർ മേഖലയിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് റിജിത്ത് സൂചിപ്പിച്ചതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷവും തുടർന്നിട്ടുള്ള നടപടികളുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെയുള്ള ആ സമരസമിതിയുടെ നേതാവായിട്ടുള്ള ബാബു കുടുക്കിൽ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ്. സമരസമിതി ചെയർമാനായിട്ടുള്ള ഇദ്ദേഹം മത്സരിക്കുന്നുണ്ട്. താമരശ്ശേരി പഞ്ചായത്തിലെ 11ാം വാർഡിൽ നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായിക്കൊണ്ടാണ് മത്സരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് പോലീസിന് വലിയ പ്രതിസന്ധി ഉണ്ടായത്. പോലീസ് ഈ പ്രതിക്ക് വേണ്ടിക്കൊണ്ട് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. വിദേശത്തേക്ക് കടന്ന ഈ പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഈ വ്യക്തി നാട്ടിലെത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, അതായത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മടങ്ങുകയും ചെയ്തത്. അതിന് ചിലരുടെ സഹായം ലഭ്യമായിരുന്നു. ഇയാൾ നാട്ടിലെത്തിയതും പോലീസിന് അറിഞ്ഞില്ല. മാത്രമല്ല മടങ്ങിപ്പോയതൊന്നും തന്നെ ഈ പോലീസിന് അറിയാൻ കഴിഞ്ഞില്ല. അത് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു വേളയിലാണ് ഇപ്പോൾ ബാബു കുടുക്കലിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. മാഹി സ്വദേശിയായിട്ടുള്ള സൽമാൻ എന്ന വ്യക്തിയെയാണ് പിടികൂടിയിരുന്നത്. അതുപോലെ തന്നെ ഹാഫിസ് റഹ്മാൻ എന്നുള്ള മുസ്ലിം ലീഗ് നേതാവിനെയും പിടികൂടിയിരുന്നു. ഇതിൽ സൽമാന്റെ വാഹനത്തിലാണ് ബാബു കുടുക്കിൽ കോഴിക്കോട്ടെത്തിയതും പിന്നീട് മടങ്ങിപ്പോയതും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൽമാനെ പിടികൂടുകയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇപ്പോഴും ബാബു കുടുക്കിൽ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാളെ കണ്ടെത്താനുള്ള പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാണ്. ഒപ്പം തന്നെ ബാബുവിനെ കോയമ്പത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് എത്തിച്ചതും പിന്നീട് തിരിച്ചു കൊണ്ടുപോയതുമൊക്കെയുള്ള വാഹനങ്ങൾ പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 2 വാഹനങ്ങളും സൽമാൻ്റേതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ഒപ്പം തന്നെ ബാബുവിനെ സഹായിച്ച കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും ബാബുവിനെ കണ്ടെത്താനുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുകയാണ്. ബാബുവിന്റെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലീഗിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരുമൊക്കെ സജീവമായിട്ടുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ബാബു കുടുക്കലിന് വേണ്ടിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥന സജീവമായി തന്നെ നടക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മലബാറിലെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായിട്ട് മുന്നണികളും സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും ഇടങ്ങളിലൊക്കെ വിമതശല്യം ഉണ്ടായിരുന്നു. ആ വിമതശല്യത്തിൽ നടപടി ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് DCC ചില നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഒരാളെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ദിശാലിനെ ഇന്നലെ രാത്രിയോടുകൂടെ പുറത്താക്കിയിരുന്നു. മറ്റ് ഏതാനും വിമതർ കൂടി നിലനിൽക്കുന്നുണ്ട്. അവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അവർ ഇന്ന് ഉച്ചയോടുകൂടെ പിൻവലിക്കുന്നില്ല എങ്കിൽ അവരെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യം കൂടി കോഴിക്കോട് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളാണ് മലബാറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. റിജിത്ത്. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസ്.
മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിനും മാതാവ് രജനിക്കുമെതിരെ പ്രേരണാക്കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. മരിച്ച അർച്ചനയുടെ മാതാപിതാക്കളുടെ പരാതിയിലാണ് നടപടി. അർച്ചന ഭർത്താവിന്റെ വീട്ടിൽ നിരന്തരം ശാരീരിക പീഡനം ഉൾപ്പെടെ നേരിട്ടിരുന്നതായി ഇവർ പരാതിയിൽ പറയുന്നു. 20 വയസ്സുകാരിയായ അർച്ചനയെ ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഭർത്തൃവീട്ടിന് സമീപം തീപൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 6 മാസം മുമ്പാണ് ഷാരോണും അർച്ചനയും പ്രണയിച്ച് വിവാഹിതരായത്. യുവതിയുമായി ഇയാൾ നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നതായും ഭാര്യയെ സംശയിക്കുന്നതായും ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാരോണിനെയും രജനിയെയും രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പും വിശദമായ പരിശോധനയും നടക്കും. പാലക്കാട് എലപ്പുള്ളിയിൽ വീട് കുത്തി തുറന്ന് 23 പവൻ സ്വർണവും ഡയമണ്ട് മോതിരവും കവർന്നു. എലപ്പുള്ളി പോക്കാംതൊടിൽ വിജയ് ശങ്കറിന്റെ വീട്ടിലാണ് കവർച്ച. കഴിഞ്ഞ ദിവസം രാത്രി കുടുംബം വീട് പൂട്ടി ഗുരുവായൂരിലേക്ക് പോയിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ടാണ് തിരിച്ചെത്തിയത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. കിടപ്പുമുറിയിലെ അലമാരയും വലിച്ചുവാരിയിട്ട നിലയിൽ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടന്നതായി സ്ഥിരീകരിച്ചത്. G20യുടെ അധ്യക്ഷ സ്ഥാനം അമേരിക്കയ്ക്ക് കൈമാറാൻ വിസമ്മതിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പ്രതികാര നടപടികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്ലോറിഡയിലെ മയാമിയിൽ അടുത്ത വർഷം നടക്കുന്ന G20യിലേക്ക് ദക്ഷിണാഫ്രിക്കയെ ക്ഷണിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. ദക്ഷിണാഫ്രിക്കയ്ക്ക് നൽകി വരുന്ന എല്ലാ സബ്സിഡിയും ഉടൻ അവസാനിപ്പിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാർ വംശീയ പീഡനത്തിന് ഇരയാകുന്നുവെന്നാരോപിച്ചാണ് ദക്ഷിണാഫ്രിക്കയിലെ G20 അമേരിക്ക ബഹിഷ്കരിച്ചത്. G20യുടെ അവസാന ദിവസം അമേരിക്കൻ എംബസിയിലെ പ്രതിനിധിക്ക് G20 പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ ദക്ഷിണാഫ്രിക്ക വിസമ്മതിച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ രാഷ്ട്രത്തലവന്മാർക്കാണ് അധ്യക്ഷ സ്ഥാനം കൈമാറാറുള്ളത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്കെ ഇൻസാഫ് നേതാവുമായി ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങൾക്ക് അനുമതി നൽകി പാക് ജയിൽ അധികൃതർ. സഹോദരി അലിമ ഖാനും PTI അനുയായികളും അടിയാല ജയിലിന് സമീപം നടത്തിവന്ന ധർണ അവസാനിപ്പിച്ചു. ഇന്നും ചൊവ്വാഴ്ചയും ഇമ്രാനെ സന്ദർശിക്കാൻ കുടുംബാംഗങ്ങൾക്ക് അനുമതി. റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന അഭ്യൂഹം പ്രചരിച്ചതിനെ തുടർന്ന് ജയിലിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ ജയിലിന് പുറത്ത് തടിച്ചുകൂടി ആയിരക്കണക്കിന് പേർ അക്രമാസക്തരായി പ്രതിഷേധിച്ചിരുന്നു. പാക് സൈനിക മേധാവി അസിം മുനീറും ISIയും ചേർന്ന് ഇമ്രാനെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. 73-കാരനായ ഇമ്രാൻഖാൻ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2023 മുതൽ ജയിലിലാണ്. പരീക്ഷാ നടത്തിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗുരുതര വീഴ്ച. 4 വർഷ സൈക്കോളജി ബിരുദ കോഴ്സിലെ 1ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യം വള്ളിപുള്ളി തെറ്റാതെ ആവർത്തിച്ചു. പിഴവ് കണ്ടെത്തിയതോടെ പരീക്ഷ റദ്ദാക്കാനാണ് സർവകലാശാലയുടെ ആലോചന. പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് വലഞ്ഞത്. 24 ബിഗ് ബ്രേക്കിംഗ്. കാലിക്കറ്റ് സർവകലാശാലയിൽ സൈക്കോളജി 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം. 1ാം സെമസ്റ്ററിലെ ദി ആർട്ട് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് കോഴ്സിൽ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ. ക്രമനമ്പറോ ചോദ്യങ്ങളോ മാറ്റമില്ല. 2024 എന്നത് 2025 എന്നായത് മാത്രമാണ് മാറ്റം. പുറത്തുനിന്നുള്ള അധ്യാപകരെയാണ് സർവകലാശാല ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിയോഗിക്കുന്നത്. പരീക്ഷയുടെ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ ഇവർ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ കവർ പൊട്ടിക്കാതെ അതേപടി പ്രിന്റിംഗ് പ്രസ്സിലേക്ക് അയക്കുന്നതാണ് രീതി. പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് വീഴ്ച അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയിൽപ്പെട്ടത്. മുൻപ് സമാന വീഴ്ചയുണ്ടായപ്പോൾ പരീക്ഷ റദ്ദാക്കിയതാണ് കീഴ്വഴക്കം. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ അലംഭാവം കാണിച്ച വിഷയവിദഗ്ധനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. തുടർ നടപടി എന്തായാലും ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെയും സർവകലാശാലയുടെയും അലംഭാവത്തിൽ ബുദ്ധിമുട്ടിലായത് വിദ്യാർത്ഥികളാണ്. സമീർ ബിൻ കരീം, 24 തിരൂർ. തമിഴ്നാട്ടിൽ 4 ദിവസത്തേക്ക് ശക്തമായ മഴ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 28-ന് 4 ജില്ലകളിലും കാരക്കലിലും ഓറഞ്ച് അലേർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. 29-ന് ചെന്നൈ ഉൾപ്പെടെ 15 ജില്ലകളിലും പുതുച്ചേരിയിലും കാരക്കലിലും ഓറഞ്ച് അലേർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. 30-ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 3 ജില്ലകളിലും പുതുച്ചേരിയിലും യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. AIADMKയുടെ മുതിർന്ന നേതാവായിരുന്ന K. സെങ്കോട്ടയ്യൻ ഇന്ന് TVK അംഗത്വം സ്വീകരിച്ചേക്കും. ഇന്നലെ ചെന്നൈ പട്ടിണപ്പാക്കത്തെ വിജയുടെ ഫ്ളാറ്റിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ TVK ജനറൽ സെക്രട്ടറി N. ആനന്ദും തെരഞ്ഞെടുപ്പ് വിഭാഗം ജനറൽ സെക്രട്ടറി ആദവ് അർജുനയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഓർഗനൈസിംഗ് സെക്രട്ടറി സ്ഥാനം സെങ്കോട്ടയ്യന് നൽകും എന്നാണ് സൂചന. അണ്ണാഡിഎംകെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സെങ്കോട്ടയ്യൻ ഇന്നലെ രാവിലെ MLA സ്ഥാനം രാജിവെച്ചിരുന്നു.
പത്തനംതിട്ട കോന്നി കരിമാൻതോട് ഓട്ടോ മറിഞ്ഞു മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആദ്യലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും യദുകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം കോന്നി മെഡിക്കൽ കോളേജിലുമാണ് നടക്കുക. ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി പൂർത്തിയാക്കിയിരുന്നു. പൊതുദർശനവും സംസ്കാരവും പിന്നീട് വീട്ടുകാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന കുട്ടികളുടെ നില തൃപ്തികരമാണ്. SIR ജോലികൾക്ക് നിയോഗിച്ചിരിക്കുന്ന BLOമാർക്ക് വലിയ സമ്മർദ്ദമെന്ന വാർത്തയാണ് എന്നും പുറത്തുവരുന്നത്. എന്നാൽ SIR നടപടികളിൽ സെഞ്ചുറി അടിച്ച ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട തിരുവല്ലയിലുണ്ട്. SIR നടപടികൾ 19 ദിവസം കൊണ്ടാണ് ഈ BLO പൂർത്തിയാക്കിയത്. SIR നടപടികൾ പൂർത്തിയാക്കാൻ BLOമാർ പെടാപ്പാട് പെടുമ്പോഴാണ് ബിനുകുമാർ സെഞ്ചുറി അടിക്കുന്നത്. അതും വെറും 19 ദിവസം കൊണ്ട്. 767 വോട്ടർമാരുടെ SIR നടപടികളാണ് 19 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത്. ഫോം വിതരണം, വെരിഫിക്കേഷൻ, ഡിജിറ്റലൈസേഷൻ തുടങ്ങി എല്ലാം പൂർത്തിയാക്കി താലൂക്ക് ഓഫീസിൽ റിപ്പോർട്ടും നൽകി. നമ്മൾ 2002 വോട്ടർ പട്ടികയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട രീതിയിലാണ് ഈ ഫോംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഞാനപ്പോൾ ആദ്യം തന്നെ ഈ വോട്ടർ പട്ടികയിൽ അതാത് വോട്ടർമാരുടെ 2002 സീരിയൽ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു. അത് ഡിജിറ്റൈസേഷനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെ ഹെൽപ്പ് ചെയ്തു. പിന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ താലൂക്കിൽ നിന്നും വില്ലേജിൽ നിന്നും തന്നു. അതനുസരിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഒട്ടും സമ്മർദ്ദമില്ലാതെയാണ് ജോലി ചെയ്തതെന്ന് ബിനു പറയുന്നു. സ്വന്തം വാർഡ് ഉൾപ്പെടുന്ന ഭാഗമായതിനാൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. എനിക്ക് എൻ്റെ സ്വന്തം വാർഡ് ഉൾപ്പെടുന്ന ഒരു പാർട്ടാണ് കിട്ടിയത്. അതെനിക്ക് വളരെ സഹായകരമായിരുന്നു. മണ്ഡലം നന്നായിട്ട് അറിയത്തില്ലെങ്കിൽ അറിയാത്ത സന്ദർഭങ്ങളിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ട്രെസ് ഇല്ലായിരുന്നു. പിന്നെ ഇത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യേണ്ട ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ ഓരോ സമയപരിധികൾക്കുള്ളിൽ ഓരോരോ ഭാഗങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ അതിജീവിക്കാനായിട്ട് സാധിച്ചു. ബിനുകുമാർ മാതൃകയെന്നും വീട്ടിലെ ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചാണ് നേട്ടം കൈവരിച്ചതെന്നും തഹസീൽദാർ. ഇദ്ദേഹത്തിന് BLO ആയിട്ട് നിയമനം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഫാദറിന് ക്യാൻസറാണ്, വൈഫ് ഏതാണ്ട് 65ഓളം കിലോമീറ്റർ അപ്പുറത്തെ ഒരു ജോലിയാണ് ചെയ്യുന്നത്, സർക്കാർ ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കിത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ല, എന്നെ ഒഴിവാക്കി തരണമെന്നാണ് ആദ്യമേ തന്നെ റിക്വസ്റ്റ്. പക്ഷേ എന്നാലും ഞങ്ങൾ ഒരു ടീം വർക്കായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തു. സംസ്ഥാനത്തെ SIR വേഗത്തിൽ പൂർത്തിയാക്കുന്ന ഉദ്യോഗസ്ഥന്റെ നേട്ടം കൂടിയാണ് ബിനുകുമാർ കൈവരിക്കുന്നത്. AV ജയശങ്കർ, 24 പത്തനംതിട്ട. രാജ്യതലസ്ഥാനത്ത് പ്രവർത്തനം വ്യാപിപ്പിച്ച് പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ്. സോണൽ ഓഫീസും 5 ബ്രാഞ്ചുകളും ഡൽഹിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉപഭോക്താക്കൾക്ക് സേവനം വളരെ വേഗം ലഭ്യമാക്കാൻ സോണൽ ഓഫീസും പുതിയ ബ്രാഞ്ചുകളും സഹായിക്കുമെന്ന് ICL ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ പറഞ്ഞു. ഡൽഹി കൊണാട്ട് പ്ലേസിലാണ് ICL ഫിൻകോപ്പിന്റെ സോണൽ ഓഫീസ്. കരോൾ ബാഗ്, മാളവ്യ നഗർ, രോഹിണി, രജീന്ദർ നഗർ എന്നിവിടങ്ങളിലാണ് ബ്രാഞ്ചുകൾ. ഓഫീസിന്റെയും പുതിയ ബ്രാഞ്ചുകളുടെയും ഉദ്ഘാടനം ICL ഫിൻകോപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KG അനിൽകുമാർ നിർവഹിച്ചു. വൈസ് ചെയർമാനും CEOയുമായ ഉമ അനിൽകുമാർ ദീപം തെളിയിച്ചു. ഡൽഹിയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം വളരെ വേഗം ഉറപ്പാക്കാൻ സോണൽ ഓഫീസിന്റെയും 5 പുതിയ ബ്രാഞ്ചുകളുടെയും പ്രവർത്തനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രധാനമായിട്ട് ഞങ്ങൾ ഗോൾഡ് ലോൺ ഇൻഡസ്ട്രിയെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ലോണിൽ മാത്രമാണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനങ്ങൾ ICL ഫിൻകോർപ്പിനെ സ്നേഹിക്കാറുമുണ്ട്, ICLന്റെ പ്രവർത്തനങ്ങളിൽ സഹായിക്കാറുമുണ്ട്. ഇവിടെയും വളരെയധികം സപ്പോർട്ട് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള ICL ഫിൻകോപ്പിന് രാജ്യത്താകെ 300 ബ്രാഞ്ചുകളുണ്ട്. 24 ഡൽഹി. തദ്ദേശപ്പോര് കടുക്കുന്നു. കൊല്ലം ജില്ലയിലെ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പട്ടാഴി ഡിവിഷനിലേക്കുള്ള മത്സരം ചെറുപ്പക്കാർ തമ്മിലുള്ള പോരാട്ടമാണ്. വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ ജില്ലയിലെ പ്രധാന വിദ്യാർത്ഥി നേതാക്കളാണ് ഏറ്റുമുട്ടുന്നത്. ഉശിരൻ പോരിന് പിന്നെയും കൗതുകങ്ങളുണ്ട്. റിപ്പോർട്ട് കാണാം. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടാഴി ഡിവിഷനിൽ നിന്ന് LDFന് വേണ്ടി മത്സരിക്കുന്നത് മുൻ SFI കൊല്ലം ജില്ലാ സെക്രട്ടറി അനന്തു പിള്ള. നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അനന്തു പിള്ള.
കഴിഞ്ഞ തവണ വിജയിച്ചപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന റെക്കോർഡും അനന്തു നേടിയിരുന്നു. വളരെ നല്ല മത്സരമാണ്, രാഷ്ട്രീയപരമായുള്ള ഒരു മത്സരമാണ് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പട്ടാഴി ഡിവിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് കഴിഞ്ഞ 10-15 ദിവസക്കാലമായി പ്രചരണത്തിൻ്റെ ഭാഗമായി ഓരോ പ്രദേശത്തും എത്തുമ്പോഴും വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. UDFന് വേണ്ടി മത്സരിക്കുന്നത് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MJ യദുകൃഷ്ണൻ. തൊട്ടടുത്ത ബ്ലോക്ക് ഡിവിഷനായ പിടവൂരിലെ നിലവിലെ ജനപ്രതിനിധിയാണ് യദുകൃഷ്ണൻ. 24-ാം വയസ്സിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ യദുകൃഷ്ണൻ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് മെമ്പർമാരിൽ ഒരാളാവുകയും ചെയ്തു. ഒരു ചെറുപ്പക്കാർ തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഒരു ആവേശം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പൂർണ്ണമായ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി തന്നെ ഇതിനെ മാറുകയാണ്. രാഷ്ട്രീയമായിട്ടുള്ളൊരു പോരാട്ടമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി വിദ്യാർത്ഥി യുവജന സമരങ്ങളിലും ഈ നാടിൻ്റെ സേവന മേഖലയിലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ആത്മതല ബലത്തിൽ കൂടി തന്നെയാണ് ഈ ഇലക്ഷനെ നേരിടാൻ വേണ്ടി ഇറങ്ങിച്ചെല്ലുന്നത്. ചെറുപ്പക്കാരെ നേരിടാൻ BJP കളത്തിലിറക്കിയത് പരിചയസമ്പന്നനെയാണ്. നിലവിലെ ഗ്രാമപഞ്ചായത്ത് അംഗമായ AR അരുണാണ് BJP സ്ഥാനാർത്ഥി. UDFിലെയും LDFിലെയും സ്ഥാനാർത്ഥികളുടെ പ്രായക്കുറവിൽ മാത്രമല്ല കൗതുക കാരണം. രണ്ടുപേരും കൊല്ലം ജില്ലയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ തലപ്പത്തിരുന്നവർ. ഒപ്പം നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഗ്രാമപഞ്ചായത്ത് അംഗവും ഒരു ബ്ലോക്ക് ഡിവിഷന് വേണ്ടി അരയും തലയും മുറുക്കിയിറങ്ങിയെന്ന പ്രത്യേകതയും. 24 കൊട്ടാരക്കര. ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.